ഏകദേശം 2008 ഞാനും എൻ്റെ കൂട്ടുകാരൻ ജാബറും കൂടിയിട്ട് ഇതുപോലെ നമ്മുടെ പള്ളിത്താഴത്തിരിക്കുന്ന എസ് ബി ഐ അന്ന് ധർമ്മേരിപ്പടിക്ക് ഇത്തിരി ഉള്ളിലേക്ക് കയറിയിട്ടാണ് എസ് ബി ഐ എന്നിരിക്കുന്നത്. ആ എസ് ബി ഐയിൽ ഞങ്ങൾ ചെല്ലണത്. അപ്പം ഞങ്ങൾ അന്ന് എച്ച് ബിയുടെ ATM നിന്ന് ഇങ്ങനെ കുറച്ച് പൈസ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് സ്ലിപ്പിൻ്റെ പുറകിൽ സ്ലിപ്പിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ലോൺ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് നിയറസ്റ്റ് ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂട്ടിയിട്ട് കയറി ചെന്നിട്ട് ബ്രാഞ്ച് മാനേജർ റൂമിൽ ചില്ലിട്ട് കൂടിനകത്ത് അയാളിരിക്കേണ്ട അയാളുടെ മുന്നിൽ ഏതോ ഒരു വലിയ പണക്കാരൻ ഇരിക്കുന്നുണ്ട്. അവിടെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മെക്കമിങ് സർ എന്ന് ചോദിച്ചു. പുള്ളി നോക്കിയിട്ട് ആ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും അകത്ത് കയറി സർ ഞങ്ങൾക്ക് ലോൺ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഇല്ല ഇല്ല, അത് പുള്ളി വേറെന്തോ ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ശ്രദ്ധിക്കുന്നേ ഇല്ല. 2 മെലിഞ്ഞാണെങ്കിൽ ചെറുക്കന്മാർ വന്നിട്ട് ലോൺ ചോദിച്ചാൽ തരുമോ. അങ്ങനെ ഞാൻ പറഞ്ഞു സാറേ ഈ സ്ലിപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ ആ ചുമ്മാ എഴുതിയേക്കുന്ന. പുള്ളി മുഖത്തോലും നോക്കുന്നില്ല. അപ്പോൾ കിട്ടില്ലല്ലോ. ഇല്ല കിട്ടില്ല. എന്നാൽ ശരി വാജാപുരം എന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. അതിപ്പോൾ ഒരുപാട് കഴിഞ്ഞു പോയേ. ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് എനിക്ക് ബജാജിൽ നിന്ന് ഫോൺ വരിക, സാറ് ഒരു ലോൺ തരട്ടെ. അതുപോലെ SBI എന്നൊക്കെ മാനേജർമാരാണ് വിളിക്കുന്നത്. സാറ് ഒരു ലോൺ തരട്ടെ. എല്ലാവരും ലോൺ വേണ്ട എന്നൊരു ക്രെഡിറ്റ് കാർഡെങ്കിലും തരട്ടെ. ബജാജ് ഒരിക്കൽ വിളിച്ചിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തരട്ടെ എന്ന് വെച്ച്. ആക്സിസ് ബാങ്ക് വിളിച്ചിട്ട് ചോദിച്ചു സാറിന് ലോൺ ഉണ്ടല്ലോ എവിടെ SBI എന്നാൽ ലോൺ എടുത്ത് ഞങ്ങൾ ആക്സിസിലേക്ക് മാറ്റട്ടെ, ICICയിലേക്ക് മാറ്റട്ടെ. എത്ര ബാങ്കുകാരെ വിളിച്ചെന്ത് പോലും. അതുകൂടാതെ മൊബൈലിൽ ഇപ്പോൾ ഒരു 10 കോൾ വരുന്നുണ്ടെങ്കിൽ 9 ലോണുകാരെ ഏതൊക്കെയോ ആപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ തരട്ടെ അത് തരട്ടെ ഇത് തരട്ടെ എന്ന് ചോദിച്ചിട്ട്. പിന്നെ ഒരെണ്ണം പറഞ്ഞതെന്ന് വെച്ചാൽ ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം അതിന് കഴിക്കാൻ വരുമെന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കൊള്ളായിരിക്കും. അങ്ങനെ എന്തോ ഓരോ ആളുകളെ ലോൺ തരാൻ പറഞ്ഞിട്ട് വിളിക്കുന്നത്. ലോൺ ആപ്പുകളൊന്നും ചാടല്ലോ കേട്ടോ.